ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്കിൻ കെയർ ചെയ്യാമെന്നുള്ളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തേയിലയും അതുപോലെ തന്നെ കാപ്പിപ്പൊടിയും നമ്മുടെ ചർമ്മത്തിന് തിളക്കം കൂട്ടുന്ന ഒരു അടിപൊളി പാക്കും സ്ക്രബ്ബറുമാണ്. അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലൊരു ബൗളിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാവേ. നമുക്ക് എത്രമാത്രം വേണം അതനുസരിച്ച് തേയിലപ്പൊടി എടുത്താൽ മതിയായിരിക്കും. നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. അതും കൂടി നമുക്ക് ആവശ്യത്തിന് എത്ര വേണം, നമ്മൾ തേയില എത്ര എടുത്തോ അതനുസരിച്ച് തന്നെ നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്കിനി വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഞാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അധികം വെളിച്ചെണ്ണ ആവരുത്. അതിലെന്തുമാത്രം ഒഴിക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. എന്നിട്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫേസിൽ ഇത് സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം. ഇതൊരു 5-10 മിനിറ്റ് ഫേസിൽ നല്ല മൃദുവായിട്ട് മസാജ് ചെയ്താൽ മതിയേ. എന്നിട്ട് ഇത് നമുക്ക് തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളത്തിലോ കഴുകിക്കളയാം. മസാജ് ചെയ്യുമ്പോൾ ഹാർഡായിട്ട് മസാജ് ചെയ്യാതെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് മസാജ് ചെയ്താൽ മതിയേ. ഫ്രണ്ട്സ്, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം നമ്മുടെ കാലാവസ്ഥ അതുപോലെ നല്ല ചൂടുള്ള ടൈമാണല്ലോ. അപ്പോൾ നമുക്ക് സൺടാനൊക്കെ അടിച്ച് ഫേസ് നല്ല ഡാർക്കായിരിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫേസ് ക്ലിയർ ആകും കേട്ടോ. പിന്നെ ഈ പുറത്തിറങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ മേടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ഇതും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫേസ് കുറച്ചുകൂടി ഡാർക്ക്നെസ്സൊക്കെ മാറി കുറച്ച് ബ്രൈറ്റ് ആവാനും ഫേസ് നല്ല ക്ലിയർ ആയിട്ടിരിക്കുവാനൊക്കെ നല്ല ഒരു സ്ക്രബ്ബറാണ്. ഇതുകൊണ്ട് നമ്മൾ ഫേസിൽ മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുമല്ലോ. എന്നിട്ട് നമ്മൾ ഫേസിൽ ഒന്ന് തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുകയെ. നമ്മുടെ സ്കിന്നുണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതിപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. നമ്മുടെ മൂക്കിൻ്റെ 2 സൈഡിലും അതുപോലെ ചുണ്ടിൻ്റെ 2 സൈഡിലും സ്പെഷ്യലായിട്ട് കുറച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവിടെയൊക്കെ കുറേ നമ്മുടെ ഫേസിൽ ഡെഡ് സെല്ലൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫേസിലുള്ള ഡെഡ് സെല്ലൊക്കെ റിമൂവ് ചെയ്യാൻ ഈ സ്ക്രബ്ബർ നല്ലതാണ്. അപ്പോൾ അത് സ്പെഷ്യലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര ആഡ് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഒരുപാട് ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നീക്കം ചെയ്ത് ഫേസ് നല്ല സോഫ്റ്റ് ആക്കാം.